അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക. കൂടെ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ആ സപ്പോർട്ടും കൂടി ഉണ്ടാവണം. അപ്പോൾ ഇതാ രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കിച്ചണിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തലേന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാവും കാര്യങ്ങളൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇഡ്ഡലീൻ്റെ തട്ടിൽ നമ്മൾ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും മതി, കാരണം നമുക്ക് ഇതിന് ഇഡ്ഡലി പെട്ടെന്ന് വേറെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പണികളും പെട്ടെന്ന് തീർക്കണം. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, കാരണം ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് മക്കൾസിനെ അവിടെ ആക്കിയിട്ടാണ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലീവാണ്. അങ്ങനെ ഇതാ ഞാൻ ഇഡ്ഡലീൻ്റെ മാവൊക്കെ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വക്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കാൻ കഴിയും. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് നമ്മളെ പരിപാടി കഴിയും കേട്ടോ. മറ്റേ കയ്യിൽ ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ ആവുന്ന ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ആർക്കെങ്കിലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അങ്ങനെ 3 തട്ടുണ്ട് കേട്ടോ. ആ 3 തട്ടിലും നമ്മൾ ഇഡ്ഡലി മാവ് നല്ല പോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചിട്ടുള്ള മാവിൻ്റെ ആ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 തട്ട് സ്റ്റീലിൻ്റെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു 3 തട്ടിലായിട്ട് ഒരൊറ്റ തവണ മാത്രമേ നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും റെഡിയാവും. പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ബോട്ടിലായിട്ട് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഫോൺ വെച്ചിട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുക കേട്ടോ. അതൊരു ട്രൈപാഡ് ആക്കിയിട്ട് അങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ദേഷ്യം അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഉള്ളി ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി നോക്കും കേട്ടോ ഉള്ളിലേക്ക്. അപ്പം അവിടെ കത്തിമേൽ അങ്ങനെ എന്താ പറയുക എന്തോ പിടിച്ചിട്ടില്ലെങ്കിൽ അത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ ഇഡ്ഡലി ചുടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ തട്ടൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. 3 തട്ടുണ്ടായതുകൊണ്ട് തന്നെ ഈ 3 തട്ടിലുള്ള ഇഡ്ഡലി ധാരാളമാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മളിത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇഡ്ഡലി ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒട്ടിപ്പിടിക്കാതെയും അതുപോലെ നല്ല രീതിക്ക് ഇതേ രീതിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ എടുത്ത് കിട്ടും കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. എൻ്റെ വീഡിയോസിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓരോ ഇഡ്ഡലി തട്ടിലെയും ഇഡ്ഡലികൾ ഇതാ നമ്മൾ കാസറോളിലേക്ക് മാറ്റി അടിച്ച് വെച്ചിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോഴേക്കും ഒരു 12-12:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. മന്തിയും ചിക്കൻ പൊള്ളിച്ചതും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഇരുന്നങ്ങാണ്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ശേഷമുള്ള ഒപ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഡോക്ടർ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ മക്കളെ വീട്ടിലാക്കിയിട്ട് ചെറിയനെയും കൂട്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറൊക്കെ കാണിച്ച് മരുന്ന് വാങ്ങുന്ന ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ കാണിച്ചൊക്കെ വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഉമ്മ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ നെയ്നുവിനെ കാണാൻ വേണ്ടിയിട്ട് നെയ്നുവിൻ്റെ ഈശോൻ്റെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെയിലൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മളെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. മഴക്കുള്ള ഒരു കോളുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. അപ്പം കുറച്ച് വിറകൊക്കെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ കൊള്ളുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ വിറകൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം പോയിട്ട് ആ വിറകും കാര്യങ്ങളൊക്കെ നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റുകയാണ്. പിന്നെ നാളേക്ക് കത്തിക്കാനുള്ള വിറകും കൂടി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ തലേന്ന് 4 ദിവസം മുമ്പ് ഓലക്കൊടിയൊക്കെ തറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓലക്കൊടീൻ്റെ മുകളിൽ നമ്മൾ ഈ വിറക് വെച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റ് ഉണ്ടല്ലോ, എന്താ പറയുക, ചാക്ക്, അതെടുത്തുകൊണ്ട് നമ്മൾ അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നമ്മളെ മക്കളും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വിറകൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് മോളും കൂടി എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു. അങ്ങനെ അതാ കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചൂടും കാര്യങ്ങളൊക്കെ ആയപ്പം ജസ്റ്റ് ഒന്ന് ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ 500 ml പാല് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് നമ്മളെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും പിന്നെ പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ വാനില എസൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഏലക്ക കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം ഇതുപോലത്തെ ഒരു ഐസ് മേക്കറിലാണ് ഞാൻ ഈ ഒരു പുഡിങ് റെഡിയാക്കുന്നത്. എൻ്റെ കയ്യിൽ ആ ഗ്ലാസിൻ്റെ അങ്ങനത്തെ ബൗളോ അങ്ങനത്തെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് സെറ്റാക്കുന്നത്. അപ്പോൾ 2 ലെയർ അടുപ്പിച്ച് നമ്മൾ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാലുണ്ടല്ലോ അതൊന്ന് ചേർക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിന് മുകളിൽ അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റാണ് നമ്മൾ ബാക്കി വരുന്ന ആ ഒരു ബാറ്റർ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 ബാറ്റർ ആയിട്ടാണ് 2 എന്താ പറയുക തവണ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ഇത് വെച്ചത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും. അതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ചൊരു മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് പിന്നെ ബൂസ്റ്റിൻ്റെ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഒരു 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ സെറ്റായതിന് ശേഷം എടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ 2-3 തവണ ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക എനിക്ക് വിജയിച്ച ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് ഫോർ